സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിച്ചുയരുമ്പോൾ ശീതകാല പച്ചക്കറിയുടെ വിളനിലമായ വട്ടവടയിലെ കർഷകർക്ക് കിട്ടുന്നത് തുച്ഛമായ തുക. വട്ടവടയിലെ പച്ചക്കറി പൂർണ്ണമായും ഹോർട്ടികോർപ്പ് സംഭരിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനവും പാഴ്വാക്കായി. കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ച പച്ചക്കറിയുടെ വില പോലും ഹോർട്ടികോർപ്പ് പൂർണ്ണമായും നൽകിയിട്ടില്ല. വട്ടവടയിലെ പച്ചക്കറി ഭൂരിഭാഗവും കയറിപ്പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. ഒരേക്കർ പാടത്ത് ക്യാബേജ് കൃഷി ഇറക്കണമെങ്കിൽ വിത്തിന് മാത്രം 10,000 രൂപയോളം ചിലവ് വരും. വളത്തിനും മറ്റും കൂലിച്ചെലവുകൾ വേറെ. 4 മാസം വേണം ഇവ വിളവെടുക്കാൻ. എന്നാൽ വിപണിയിൽ ക്യാബേജ് വില കുതിച്ചുയർന്നു നിൽക്കുമ്പോഴും വട്ടവടയിൽ കർഷകർക്ക് കിട്ടുന്നത് കിലോയ്ക്ക് 18 രൂപയിൽ താഴെ മാത്രം. ഇവർ അറിയാവുന്നത് കൃഷി മാത്രം. അതുകൊണ്ട് തന്നെ നഷ്ടം വന്നാലും വീണ്ടും തുടരുകയല്ലാതെ മറ്റു മാർഗമില്ലെന്നും കർഷകർ പറയുന്നു. முறையா எடுத்து நமக்கு பைசா வராதனால நாங்க இடநலக்காருக்கு கொடுக்க வேண்டிய சூழ்நிலை வருது. பாதி விலை காட்டிலும் கூட குறைவா தான் கிடைக்கும். ஹோர்ட்டிகோர்ப்பு இப்ப எடுக்கிறது இல்லை. பைசா இந்த வருஷம் இன்னும் எடுக்கல. போன வருஷம் கொடுத்ததெல்லாம் ஒரு சில பேருக்கெல்லாம் கொஞ்சம் கிடைச்சிருக்குது, கொஞ்சம் கிடைக்காம இருக்கு. കഴിഞ്ഞ ഓണക്കാലത്തിന് ശേഷം ഇതുവരെ ഹോർട്ടികോർപ്പ് പച്ചക്കറി ഇവിടെ നിന്നും സംഭരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടനിലക്കാർ വഴി കർഷകർ വിറ്റഴിക്കുന്ന പച്ചക്കറികൾ തമിഴ്നാട്ടിലെ മാർക്കറ്റിലെത്തി തിരികെ കേരളത്തിലെത്തുമ്പോൾ മൂവിരട്ടി വില. കൃഷിയാണ് ഉപജീവനം. ഇവിടുത്തെ പച്ചക്കറികൾ ഇപ്പോൾ വലിയ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് വരുന്നുണ്ട്. വട്ടവടയിലുള്ള പച്ചക്കറി കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ഹോർട്ടികോർപ്പ് ന്യായമായ വില കൊടുത്ത് മേടിക്കുവാനെന്ന് പറഞ്ഞിട്ട് മന്ത്രിയും പ്രഖ്യാപിച്ചിട്ട് ഹോർട്ടികോർപ്പ് പച്ചക്കറി സംഭരിച്ചു. പക്ഷേ കഴിഞ്ഞ ഓണ സീസണിൽ മേടിച്ച പച്ചക്കറിക്ക് എല്ലാ കർഷകർക്കും വെട്ടിക്കുറച്ചാണ് പൈസ കൊടുത്തത്. ഇനിയും കുറെ കർഷകർക്ക് പൈസ കിട്ടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹോർട്ടികോർപ്പ് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഇവിടുത്തെ പച്ചക്കറി മുഴുവനും മേടിക്കുമെന്നും പറഞ്ഞിട്ട് ഒരു പച്ചക്കറിയും ഇപ്പൊ മേടിക്കുന്നില്ല. ഹോർട്ടികോർപ്പ് കൃത്യമായി സംഭരിക്കുകയും വില കൃത്യമായി നൽകുകയും ചെയ്താൽ ഗുണമേന്മയുള്ള പച്ചക്കറി മിതമായ വിലയിൽ കേരളത്തിൽ തന്നെ വിതരണം നടത്താൻ കഴിയുമെന്ന് ഇവർ പറയുന്നു. സംസ്ഥാനത്ത് പച്ചക്കറി വില വിപണിയിൽ കുതിച്ചുയരുമ്പോഴും കടബാധ്യതയിൽ കൃഷി ചെയ്യുന്ന വട്ടവടയിലെ കർഷകന് കിട്ടുന്നത് തുച്ഛമായ തുക. പച്ചക്കറി സംഭരിക്കേണ്ട സർക്കാർ സംവിധാനങ്ങൾ ഇവിടെ നോക്കുകുത്തിയാവുകയാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.